ഒരു ജനാധിപത്യ ഭരണത്തിന്റെ മുഖമുദ്രയായ വോട്ട് നമ്മുടെ നാടിന്റെ സ്കൂളിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ 3 ബൂത്തുകൾ ചേർന്നാണ് ഈ സ്കൂളിലേക്ക് പോളിംഗ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷം നമുക്ക് ഈ സ്കൂളിൽ നിന്ന് അങ്ങ് തുടങ്ങാം. നല്ല വെയിലാണ്, ചൂട് കൂടുതലാണ്. എന്നിരുന്നാലും അവരുടെ ഒരു അവകാശം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കണ്ട എത്ര സമയമായിട്ട് ക്യൂ നിൽക്കുന്ന ആളുകളാണെന്ന് അറിയാമോ? ഇതെല്ലാം തന്നെ കണ്ട അതേപോലെ വിവിധ തരത്തിലുള്ള പ്രവർത്തകരും ഇവിടെ സന്നദ്ധരാണ്. ഇവിടെ എല്ലാം വോട്ടെല്ലാം വ്യക്തിപരമായതുകൊണ്ട് തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അവരുടേതായ രീതിയിൽ എന്ത് രീതിയിലുള്ള സ്വാധീനങ്ങൾ പറഞ്ഞിരുന്നാൽ പോലും വോട്ട് വ്യക്തിപരമാണ്. അവർ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തിരഞ്ഞെടുക്കട്ടെ എന്നുള്ളതാണ്. വോട്ട് ചെയ്യാനുള്ള ധൃതിയാണ്. നമ്മൾ പാസ് ചെയ്ത് വഴിക്കാണ് നമുക്ക് അത്രയും അറിയാവുന്ന ഒരു ചേട്ടനാണ്ട് നമ്മുടെ പരിസരത്ത് വെച്ച് കാണുന്നത്. പുള്ളിയെടുത്ത് നമുക്ക് ചോദിക്കാം കേട്ടോ. യാതൊരുവിധ സഹായവും സ്വീകരിക്കാതെ ഈ ലെവലിൽ നടന്ന് വന്ന് വോട്ട് ചെയ്തിട്ട് പോയതാണ്. വണ്ടിയോ വള്ളമോ ഒന്നും പുള്ളിക്ക് വേണ്ട. ചോദിച്ചപ്പോഴും പറയുന്നത് വേണ്ട, കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ്. അപ്പൊ പുള്ളിയോട് സംസാരിക്കാം. ചേട്ടാ, എത്ര നാളായിട്ട് വോട്ട് ചെയ്യുന്നുണ്ട് ചേട്ടൻ? ഇപ്പോഴ് 60 വർഷമായിട്ട് വോട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് വോട്ട് ചെയ്തിട്ട് ആള് കൂടുതലാണോ? എങ്ങനെയുണ്ട് നമ്മുടെ നാട്ടിലെ വോട്ടിന്റെ വിശേഷം എന്ന് പറയാമോ? ആളിപ്പോഴും വരെയും കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. കാലത്തെ മുതൽ ആള് ഒത്തിരി കൂടുതലായിരുന്നു, ഇപ്പോഴും ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. ചൂട് അങ്ങനെയാണല്ലേ. ഇന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ഇപ്പോൾ ഉണ്ട്. ഈ പ്രാവശ്യത്തെ വോട്ടിന്റെ ഒരു സ്വീകാര്യത എങ്ങനെയുണ്ടെന്ന് പുള്ളിയോടെ നമുക്കൊന്ന് ചോദിക്കാം. വിജയണ്ണ, എങ്ങനെയുണ്ട് ഒന്ന് അഭിപ്രായം പറഞ്ഞേ. എങ്ങനെയുണ്ട് പോളിംഗ് ഒക്കെ? എങ്ങനെയുണ്ട് രാവിലെ? പോളിംഗ് നല്ല ഒരേ ഇറക്കിക്കുവാണ്, ഒരേപോലെ ചൂടൊക്കെ ആയിട്ടും ആളെല്ലാം വന്നു. ഒരുപാട് ആളുകളൊക്കെ വരണം. ചൂടായിട്ടും ഒരുപാട് ആളുകളൊക്കെ വന്ന് വോട്ട് രേഖപ്പെടുത്തുണ്ടെന്നാണ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അഭിപ്രായം. പ്രായമായവരെയൊക്കെ കൊണ്ടുവരാനായിട്ടാണ് വണ്ടികളെല്ലാം അറേഞ്ച്ഡ് ആണ്. ചൂട് കണ്ട ഈ പ്രാവശ്യം വില്ലനാണ്. കാരണം എല്ലാ വർഷത്തേക്കാൾ കൂടുതൽ എന്ന് വേണമെങ്കിൽ ഞാൻ പറയും ചൂട് കൂടുതലാണ്. എന്നിട്ടും കണ്ട ഈ പ്രായത്തിലുള്ളവരൊക്കെയാണ് വന്ന് വോട്ട് ചെയ്യാനായിട്ട് വരുന്നത്. സമ്മതിച്ചല്ലേ പറ്റുള്ളൂ. പിന്നെ ഏത് സാഹചര്യത്തിലാണല്ലേ നമ്മൾ ഇറങ്ങേണ്ടത്? ചൂടൊന്നും ഒരു വിഷയമേ അല്ല. സാഹചര്യങ്ങൾ എങ്ങനെ ആയിക്കോട്ടെ, പ്രതികൂലമായിക്കോട്ടെ അനുകൂലമായിക്കോട്ടെ, പക്ഷെ വോട്ട് അതാണ് മുഖ്യം. അതിനിപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞിരുന്നാൽ പോലും വോട്ടിൻ്റെ നിലവാരം അവർ പുലർത്തിയിരിക്കും. അതാണ് നമ്മുടെ നാട്.